ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും നമ്മൾ കട്ട് ചെയ്യരുത്. ബ്രേക്ക്ഫാസ്റ്റ് അതായത് നമ്മുടെ ഫാസ്റ്റിങ് കഴിഞ്ഞിട്ട്, അതായത് രാത്രിയിലൊന്നും കഴിക്കുന്നില്ല, നമ്മൾ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുവാണ്. അത് ഹെൽത്തി ആയിട്ട് തന്നെ എപ്പോഴും കഴിക്കണം. എന്നാലേ നമ്മുടെ ബ്രെയിൻ ഫങ്ഷനും ഈ പറഞ്ഞ പോലെ നമുക്ക്, അല്ലെങ്കിൽ ഓഫീസിൽ പോയിരുന്ന് നമ്മളിങ്ങനെ തൂങ്ങിയിരിക്കും. ബ്രെയിൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബ്രെയിനും എന്തെങ്കിലും ഫുഡ് കിട്ടണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് കട്ട് ചെയ്യരുത്. ഓക്കെ, ഇപ്പോൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് പറഞ്ഞില്ലേ, നമ്മൾ ഡിന്നർ ഒരു 7 o'clock ഫിനിഷ് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒരു 8-8:30 നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ കഴിക്കുന്നുള്ളൂ. അത് തന്നെയായി ഒരു 12 hours ഫാസ്റ്റിങ്. അതുപോലെ അല്ലാതെ രാത്രി 12 മണിക്ക് കഴിച്ചിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കട്ട് ചെയ്ത് ലഞ്ച് അന്നേരം അല്ലെങ്കിൽ ബ്രഞ്ച് ഈ പറഞ്ഞ ക്വാണ്ടിറ്റിയെക്കാളും കൂടുതൽ കഴിക്കും. കാരണം നല്ല വിശപ്പാണ്. അന്നേരം അത്രയും വിശന്ന് നിൽക്കാനും പറ്റാതെ. അപ്പോൾ ഈ ചെയ്തതിൻ്റെ ഒന്നും ഗുണമൊന്നും ഉണ്ടാകത്തില്ല, പിന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ, അത്രേ ഉള്ളൂ. ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്താൽ അങ്ങനെയും ചിലർ പറയും, അതായത് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നവർക്ക് വണ്ണം വെക്കും. അതിലെന്തെങ്കിലും ഫാക്റ്റ് ഉണ്ടോ? ഏത് ടൈമിലെ ഫുഡ് സ്കിപ്പ് ചെയ്താലും വണ്ണം വെക്കും. എന്താന്ന് വെച്ചാൽ നമ്മുടെ കാലറി എല്ലാം കുറയും. കാലറി കുറഞ്ഞ്, അതായത് ലഞ്ചും ഡിന്നറും അന്നേരം കറക്റ്റ് പോർഷൻ കൺട്രോളിലാണ് കഴിക്കുന്നതെങ്കിൽ നമ്മുടെ കാലറി കുറയും. കാലറി കുറയുമ്പോൾ നമ്മുടെ മെറ്റബോളിസം കുറയും. ആദ്യമത്തെ ഒരു 2 ആഴ്ച വെയിറ്റ് കുറയും, കാരണം ആദ്യമായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കുറയത്തില്ല. ഒന്നല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കും, അല്ലെങ്കിൽ കൂടാൻ തുടങ്ങും. പിന്നീട് ക്രേവിങ്സ് കൂടും നമുക്ക്. അതായത് പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നുള്ളൊരു തോട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതും ഒരു വെയിറ്റ് ഗെയിനുള്ള റീസൺ ആയിട്ട് വരും. ചിലർക്ക് ഇപ്പോൾ മധുരം കഴിക്കണം എന്നൊരു തോന്നലുണ്ടാകത്തില്ലേ, അത് കാർബോഹൈഡ്രേറ്റ് ഡെഫിഷ്യൻസി വന്നാലും അങ്ങനെ വരാം. മധുരമല്ല അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുന്നവർക്ക് അത് ചിലപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഡെഫിഷ്യൻസി ആയിരിക്കാം. പക്ഷെ ഈ മീൽ സ്കിപ്പ് ചെയ്യുന്ന കാര്യം പറയുമ്പോൾ ഇപ്പോൾ കരൺ ജോഹർ വണ്ണം കുറഞ്ഞപ്പോൾ അതിൻ്റെ റീസൺ അന്വേഷിക്കുമ്പോൾ പുള്ളി പറയുന്നത് ഈ OMD 1 meal a day എന്നുള്ള പരിപാടി ചെയ്തിട്ടാണ് പുള്ളി വണ്ണം കുറച്ചത്. അല്ലാണ്ട് എനിക്ക് രോഗമൊന്നും വന്നിട്ടില്ല എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ഈ 1 meal a day ആക്ച്വലി ഇപ്പോൾ കുറേ ആൾക്കാർ ട്രൈ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ പിന്നെ അവർക്ക് വണ്ണം വെക്കണ്ടേ? അതായത് ഇതൊക്കെ ഒരു ഷോർട്ട് ടൈം ഗോളാണ്, നമുക്ക് കുറച്ച് വെയിറ്റ് കുറയ്ക്കാം. അത് പക്ഷേ ഇവർ നോർമൽ ഫുഡ് കഴിച്ചു കഴിയുമ്പോഴേക്കും വീണ്ടും സ്റ്റാർട്ട് ചെയ്യുവാണ്, റീബൗണ്ട് പോലെ ചെയ്യും. പിന്നെ അത് മാത്രമല്ല, ഒരു മീലിൽ നമ്മളിതെല്ലാം ആഡ് ചെയ്ത് വിടും. പക്ഷേ ഇവർക്കുള്ള ന്യൂട്രിയൻസോ മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് വരും. ഈ ആഡ്വക്കേറ്റ് ആയിട്ട് കിട്ടണമെന്നില്ല, എല്ലാവർക്കും ഇത് പറ്റണമെന്നില്ല. പ്രഗ്നൻസിക്ക്, ലാക്ടേഷൻ മദേഴ്സിന്, അതുപോലെ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉള്ളവർക്ക്, type 1 DM ഇങ്ങനെയുള്ളവർക്കൊന്നും ഇത് മൈഗ്രെയിൻ പ്രോബ്ലം ഉള്ളവർ, കാരണം ഫുഡ് കഴിക്കാതിരുന്ന് കഴിയുമ്പോഴേക്ക് തലവേദന വരും. അങ്ങനെയുള്ളവരൊന്നും ആൻസൈറ്റി പ്രോബ്ലം, ഡിപ്രഷൻ ഉള്ളവരൊക്കെ ഇങ്ങനത്തത് ചൂസ് ചെയ്യാതിരിക്കാം. അതായത് ഈ ഒരു 1 meal a day എന്നല്ലേ പറയുന്നത്. 1 meal a day എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഒരു ദിവസത്തെ ന്യൂട്രീഷണൽ റിക്വയർമെൻ്റ് ഉണ്ട്. അതായത് ഇത്ര ഗ്രാം പ്രോട്ടീൻസ്, ഇത്ര കാലറീസ്, ഇത്ര ഫാറ്റ്, ഇങ്ങനെ ഒരു റിക്വയർമെൻ്റ് ഉണ്ട് ഒരു ദിവസത്തെ. നമ്മളുടെ ഒരു നോർമൽ ഒരു റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 1 meal a day എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരൊറ്റ മീലിൽ നിന്ന് ആ ഒരു ദിവസത്തെ ഫുൾ ന്യൂട്രീഷണൽ ഒരു റിക്വയർമെൻറ്റ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത്രയും നമ്മൾ കഴിക്കുന്നുണ്ടോ? അത്രയും കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു പോർഷനായിട്ടും വളരെ കൺട്രോൾ ചെയ്തായിരിക്കും ഇവർ കഴിക്കുന്നത്. അപ്പോൾ ആ ഒരു ഒറ്റ മീലിൽ നിന്ന് മീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലാണ് ഈ പറഞ്ഞ പോലെ ഈ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസ് കാര്യങ്ങളൊക്കെ പിന്നീട് വരാനുള്ളൊരു ചാൻസ്. അത് മാൽനറിഷ്ഡ് ആകും. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ കരൺ ജോഹർ ശരിക്കും മാൽനറിഷ്ഡ് ആണ്. അതായത് കാണുമ്പോൾ നമുക്കറിയാലോ മസിൽ ലോസ് ഉണ്ട്, മസിൽ വേസ്റ്റിംഗ് ആണത്. അപ്പോൾ അത് മാൽനറിഷ്മെൻ്റ്, അത് ഹെൽത്തി അല്ല. അതായത് വെയിറ്റ് ലോസിന് വേണ്ടി നമ്മൾ ഫോളോ അപ്പിനായിട്ടൊക്കെ വരുമ്പോഴേക്ക് ഇവർക്ക് എല്ലാവർക്കും വെയിറ്റ് കുറഞ്ഞു എന്നാണ്. ശരിക്കും വെയിറ്റ് നമുക്ക് എപ്പോഴും കുറയണമെന്നില്ല. എല്ലാവർക്കും ഇഞ്ച് ലോസ് ആയിരിക്കും മേ ബി വരിക, അല്ലെങ്കിൽ പല ഇതുണ്ട്, മസിൽ മാസ് ഉണ്ട്, ഫാറ്റ് മാസ് ഉണ്ട്. അപ്പോൾ ഫാറ്റ് മാസ് ആണ് നമുക്ക് കുറയ്ക്കേണ്ടത്, അല്ലാതെ മസിൽ മാസ് കുറയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതായത് നമ്മൾ ഈ ജിമ്മിലൊക്കെ പോയി തുടങ്ങുമ്പോൾ ചിലർക്ക് 2 മാസമായാലും പ്രത്യേകിച്ച് വെയിറ്റ് ലോസ് വന്നിട്ടുണ്ടാവില്ല. അത് നോർമലാണോ? ഈ ജിമ്മിലൊക്കെ ആൾക്കാർ പോയി തുടങ്ങുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതായത് വെയിറ്റ് ലോസിന് വേണ്ടിയായിരിക്കും പോകുന്നത്, പക്ഷേ അവർ തന്നെ പറയും, ഞാൻ അങ്ങനെ പേഴ്സണലി ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഡ്രസ്സ് ഇടുമ്പോൾ ഡ്രസ്സൊക്കെ ലൂസായിട്ടുണ്ട്, പക്ഷെ വെയിറ്റ് നോക്കുമ്പോൾ ചിലപ്പോൾ 1 കിലോ കൂടിയുണ്ടാവും. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് 1 കിലോ ഒന്ന് അങ്ങോട്ടും കൂടിയിട്ടുണ്ടാവും, കുറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ അത് ചിലപ്പം അവരുടെ മസിൽ മാസ് കൂടിയിട്ടുണ്ടാവും. മസിൽ കൂടിയ പ്രോബ്ലം ഇല്ല, അത് ഹെൽത്തിയാണ്. ഫാറ്റ് മാസ് നമുക്ക് കുറഞ്ഞാൽ മതി. അപ്പോൾ ഫാറ്റ് കുറഞ്ഞെങ്കിൽ മസിൽ മാസ് കൂടിയെങ്കിലും വെയിറ്റ് കുറയാൻ പോകുന്നില്ല. വെറുതെ നമ്മളൊരു വെയിങ് മെഷീന് കയറി നോക്കുമ്പോൾ സെയിം ആയിരിക്കും വെയിറ്റ്. പക്ഷേ ബോഡി ഫാറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞ ഒരു മെഷീൻ ഉണ്ട്, അതിനകത്ത് സെപ്പറേറ്റ് വരും ഫാറ്റ് എത്ര. അതെ, അതിനകത്ത് നോക്കിയാലേ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ.
സ്റ്റിൽ നമുക്ക് ഡ്രസ്സ് കയറുന്നുണ്ട്. നമുക്കൊരു 1/2 കിലോ കുറഞ്ഞാൽ തന്നെ ഒരു ഫീലിംഗ് ഓഫ് ലൈറ്റ്, ഒരു എനർജി ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഇഞ്ച് ലോസ് ആയിരിക്കും മേ ബി. അപ്പൊ അതാണ് പെട്ടെന്ന് ഡ്രസ്സൊക്കെ ഇടാൻ ചേരുന്നത്. ഡ്രസ്സിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്, പക്ഷേ മെഷീനിൽ കയറി നോക്കുമ്പോൾ പ്രത്യേകിച്ച് വെയിറ്റിലൊന്നും തോന്നത്തില്ല. വ്യത്യാസം ജിമ്മിൽ പോകുമ്പോൾ മസിൽ സ്ട്രെങ്ത് കൂടുമല്ലോ, ഇവര് സ്ട്രെങ്തനിങ് എക്സസൈസുകൾ ചെയ്യും. പിന്നെ വരുന്നത് നമ്മുടെ ഒ പി വരുന്ന വെയിറ്റ് ലോസിനായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കല്യാണം വരുന്നുണ്ട്, ഫംഗ്ഷൻ Special വരുന്നുണ്ട്, ഡ്രസ്സ് ഇടാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ഒന്ന് കുറച്ച് അത് തൽക്കാലത്തേക്ക് ആ ഒരു ടെമ്പററി. അങ്ങനെ തൽക്കാലത്തേക്ക് ഒരാൾ വന്നാൽ നിങ്ങളുടെ ഡയറ്റീഷ്യൻസ്, ന്യൂട്രീഷനിസ്റ്റ് എന്താ ചെയ്യിപ്പിക്കുക അവരെ കൊണ്ട്? അതായത് ഇതാണ് നിങ്ങളുടെ അടുത്ത് വരുന്ന നിങ്ങളുടെ പേഷ്യന്റിന്റെ ആവശ്യം ഇതാണ്, 1 മാസത്തിൽ അല്ലെങ്കിൽ 1.5 മാസത്തിൽ എൻ്റെ വീട്ടിലൊരു കല്യാണം ഉണ്ട്, അപ്പൊ എനിക്ക് ഐ വോണ്ട് ടു ലുക്ക് ഗുഡ്. എന്താ ചെയ്യിപ്പിക്കുക നിങ്ങൾ? 1 മാസം 1.5 മാസം കൊണ്ട് എത്ര വെയിറ്റ് വരെ കുറയ്ക്കാന്നുള്ള ഏകദേശം ഒരു ധാരണ കൊടുക്കും. ആദ്യമേ നമ്മളൊരു കൗൺസിലിംഗ് ചെയ്യും, ഇതാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. കാരണം ഹെൽത്തി ആയിട്ടുള്ള, അതായത് ഇപ്പം ഓവർ വെയിറ്റിലായിട്ടുള്ള ഒരാൾ 1 മാസം കൊണ്ട് ഒരു 1, 1.5, 2 കിലോ അതൊക്കെ കുറച്ചാൽ മതി, അതിന്റെ ആവശ്യമുള്ളൂ. ശരിക്കും ഹെൽത്തി വെയിറ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ 2 to 3 kg പെർ മന്ത് ആണ്. അത് മതി, അത്രേ കുറയാവുള്ളൂ. അതിൽ കൂടുതൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസ് സ്റ്റാർട്ട് ചെയ്യും. അതായത് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന മറ്റേ ഇതുണ്ടല്ലോ, മാസത്തിൽ 5 കിലോ കുറഞ്ഞു, 6.5 കിലോ കുറഞ്ഞു. അല്ല, അത് കണ്ടിട്ടാണ് ഞങ്ങളുടെ അടുത്തോട്ട് ആൾക്കാർ ഈ വരുന്നത്. അതെ അത് ഒരിക്കലും സയന്റിഫിക്കലി പ്രൂവ്ഡും അല്ല, ഹെൽത്തിയും അല്ല. ഇത് കഴിയുമ്പോഴത്തേക്കായിരിക്കും വേറെ ഡിസീസ് സ്റ്റാർട്ട് ചെയ്യും. മനസ്സിലായോ? അത് പക്ഷെ ഇതിന്റെ ആണെന്ന് ആരും മനസ്സിലാക്കത്തില്ല. അങ്ങനെയാണ് നമ്മുടെ ഉള്ള വെയിറ്റിൽ നിന്ന് 5% അല്ലെങ്കിൽ 10% നമ്മൾ വെയിറ്റ് ഒന്ന് കുറച്ചാൽ മതി. അപ്പൊ നമ്മുടെ ഫാറ്റ് ലിവറും അതുപോലെ തന്നെ ഈ മറ്റ് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ഈ ഡയബറ്റിക് ചിലവർക്ക് ഭയങ്കര കൂർക്കംവലിയായിരിക്കും ആയിട്ടുള്ളവർക്കൊക്കെ. അത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് വെയിറ്റ് ഒന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും കുറച്ചും കൂടെ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആവും. അന്നേരം അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ആണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്. മനസ്സിലായി. ഈ വെയിറ്റ് ലോസിന് നിങ്ങൾ ന്യൂട്രീഷനിസ്റ്റ് വളരെ ഹെൽത്തി ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ടിപ്പുകൾ എന്തൊക്കെയാ ഇൻ ജനറൽ പറഞ്ഞാൽ മതി? അതായത് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരുത്താല്ല, നമ്മൾ വിചാരിക്കില്ല ഇപ്പോഴുള്ള വെയിറ്റിൽ നിന്ന് ഒരു 2-3 കിലോ കുറയാം, അല്ലെങ്കിൽ ഒരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം എന്ന് വിചാരിക്കുന്നവർക്ക് ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ടിപ്പ് എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ മാത്രമാണ് ടിപ്പ്. അതായത് കറക്റ്റ് സമയത്തിന് ഭക്ഷണം കഴിക്കണം. അതായത് കറക്റ്റ് സമയം ഏതൊക്കെയാ? 9 മണിക്ക് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ഒരു 1:30 ലഞ്ച്, രാത്രി 8 മണിക്ക് മുമ്പ് ഡിന്നർ. ഇതാണ് ഹെൽത്തി ടൈമിങ്. പിന്നെ ഇടയ്ക്ക് വിശക്കുവാണെങ്കിൽ ഇൻ ബിറ്റ്വീനിൽ എന്തെങ്കിലും സ്നാക്കിങ് ചെയ്യാം. സ്നാക്സ് എന്ന് പറയുന്നത് ഫ്രൂട്ടോ അല്ലെങ്കിൽ മോരും വെള്ളമോ കരിക്കും വെള്ളമോ അല്ലെങ്കിൽ സൂപ്പ് പോലെയോ അല്ലെങ്കിൽ കുറച്ച് നട്ട്സോ, ഇതാണ് സ്നാക്ക്. അല്ലാതെ പഴംപൊരി ഉണ്ടമ്പൊടി അതൊന്നുമല്ല, ഇതാണ് സ്നാക്ക്. ഇത് കഴിക്കാം. പിന്നെ വല്ലപ്പോഴും എന്ന് ഞങ്ങൾ പറയും. വല്ലപ്പോഴും എന്ന് പറയുമ്പോൾ 2 ദിവസം കൂടുമ്പോഴല്ല വല്ലപ്പോഴും, അല്ലെങ്കിൽ ആഴ്ചയിൽ 1 വല്ലപ്പോഴും, മാസത്തിൽ 1. പിന്നെ ഇന്ന് മാസത്തിൽ 1 വൈകിട്ട് പഴംപൊരി കഴിക്കാം. പക്ഷെ ഇന്ന് പഴംപൊരി കഴിച്ച് അന്നേരം മാസത്തിൽ 1 കഴിച്ചു, നാളെ സമൂസ കഴിച്ചാൽ അത് മാസത്തിൽ 1. അങ്ങനെയല്ല, അതല്ല, ഏതേലും ഒരു സാധനം, വറപൊരിയിലുള്ള ഏതെങ്കിലും ഒരു സാധനം. എയർ ഫ്രയറിൽ പഴംപൊരി ഉണ്ടാക്കി കഴിക്കുന്നതിനെ കുറിച്ച് ന്യൂട്രീഷനിസ്റ്റിന്റെ അഭിപ്രായം കഷ്ടപ്പെട്ട് കഴിക്കണോ? ആ പഴം വെറുതെ കഴിച്ചാൽ പോരെ? വല്ലപ്പോഴും കഴിക്കാം, അതിനൊന്നും പ്രശ്നമില്ല. പിന്നെ കോഴിക്കട്ട അട, നമ്മുടെ വീട്ടിലൊന്നും ഇപ്പൊ അത് കാണാറ് പോലും ഇല്ലല്ലോ ആരും. വട്ടയപ്പം, ഈ സ്റ്റീം ചെയ്ത സാധനങ്ങളെല്ലാം സാധനങ്ങളൊക്കെ കൂടെ അതൊക്കെ ആക്ച്വലി ഹെൽത്തി ഫുഡാണ്. അത് നേരത്തെ പറഞ്ഞ പിള്ളേർക്കും കൊടുക്കാം, ഇത് എല്ലാവർക്കും ഹെൽത്തി ഫുഡാണ്. അന്നേരം അതൊക്കെ കഴിക്കാം. പിന്നെ ഞങ്ങൾ മെയിനായിട്ട് പറയുന്നത് വെള്ളം കുടിക്കണം. ആരും ഇപ്പോൾ വെള്ളം കുടിക്കാറില്ല. അന്നേരം ഈ നമ്മൾ യൂറിൻ കളർ എപ്പോഴും ശ്രദ്ധിക്കണം. യെല്ലോ ആണെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങൾ ഡീഹൈഡ്രേറ്റഡ് ആണ്. അപ്പോൾ ലൈറ്റ് യെല്ലോ കളർ ആയിരിക്കണം എപ്പോഴും നമ്മുടെ യൂറിൻ. വെള്ളയാണെങ്കിൽ ഓവർ പെയിൽ യെല്ലോ ആയിരിക്കും. പിന്നെ പ്രോപ്പർ സ്ലീപ്പ്. ഇപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസ് പറയും ഞങ്ങൾ 10:30 ആകുമ്പോൾ കിടക്കുന്നുണ്ടായിരിക്കും. പിന്നെ ഈ തോണ്ട ഉറങ്ങുന്നത് 10:30 ഉറങ്ങണം, എന്നിട്ട് 5 മണിക്ക് എഴുന്നേറ്റോ കുഴപ്പമില്ല. പക്ഷെ ഇപ്പം എല്ലാവരും 2 മണി 3 മണിക്ക് ഉറങ്ങിയിട്ട് 10-11 മണിയാകുമ്പോഴേ എഴുന്നേക്കുന്നത്. അത് ഹെൽത്തി അല്ല. പിന്നെ അത് മാത്രമല്ല, കുറേ പേർക്ക് ഈ നൈറ്റ് ഡ്യൂട്ടി, ഇപ്പൊ US-ലും UK-ലും ഒക്കെ ആയിരിക്കും അമേരിക്കൻ ടൈമിങ്ങിലൊക്കെ വർക്ക് ചെയ്യുന്നവര്. അപ്പോൾ ആ ടൈമിങ്ങിലായിരിക്കും. അപ്പോൾ വർക്ക് ചെയ്തിട്ട് തീർത്തിട്ട് വേണം ഇവർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റോ എന്താണെന്നുള്ള കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ട് വേണം കിടന്നുറങ്ങാനായിട്ട്. അപ്പോൾ എന്തായാലും ലേറ്റ് ആവും. ലേറ്റ് ആകുന്നതനുസരിച്ച്
ബാക്കി എല്ലാം ഡിലേ ആവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ടൈം മാറുന്നു, ലഞ്ച് മാറുന്നു, ഡിന്നർ അവരുടെ മാറുന്നു, cycle എല്ലാ റൊട്ടീനും മാറും. അതിന്റെ കൂടെ തന്നെ സ്നാക്കിങ്ങും ഉണ്ടാവുമല്ലോ. ഈ നൈറ്റ് ഡ്യൂട്ടി വരുമ്പോഴത്തേനും സ്നാക്കിങ്ങും ഉണ്ടാവും. അപ്പൊ അതും കൂടി ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ അപ്പൊ എനർജി പിന്നെ ഈ ഡെൻസ് ആയി. നൈറ്റ് ഡ്യൂട്ടി ഉള്ള ആളുകൾക്ക്, അതായത് ഇപ്പൊ ജോലിയാണല്ലോ, നമുക്ക് ജീവിക്കണമല്ലോ, ഈ ഭക്ഷണമൊക്കെ മേടിക്കണേ കാശ് വേണമല്ലോ. അപ്പൊ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ആളുകൾക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് അവരിപ്പോ രാവിലെ ഉറങ്ങുന്ന അത് റീപ്ലേസ്ഡ് ആവുമോ? ഈ ഉറക്കം രാവിലെ ഉറങ്ങുന്നത് പകരം ഒരു 8 മണിക്കൂർ രാവിലെ ഉറങ്ങുന്നത്? ഇല്ല, അതിന് കുഴപ്പമില്ല. പക്ഷേ ഇവരുടെ ഡ്യൂട്ടി തീരുന്നത് ചിലപ്പോൾ രാവിലെ 5 മണിക്കോ 6 മണിക്കോ എന്തെങ്കിലും ആയിരിക്കുമല്ലോ. ആ സമയത്ത് അവരെന്തെങ്കിലും കഴിച്ചിട്ട് അങ്ങ് കിടന്നാൽ മതി. അതായത് ബ്രേക്ക്ഫാസ്റ്റ് പോലെ എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ ഉച്ചയ്ക്ക് എഴുന്നേറ്റാൽ മതിയല്ലോ. പക്ഷെ ഉച്ചയ്ക്ക് എഴുന്നേറ്റ് ലഞ്ച് കഴിക്കണം. എന്നിട്ട് ഡിന്നർ ഒരു 7 o'clock 8 o'clock കഴിച്ചാൽ രാത്രി ഇവർക്ക് വിശക്കുവാണെങ്കിലും ഇവർ സ്നാക്കിങ് എന്ന് പറയുന്നത് ഈ ഫ്രൂട്ട്സോ നട്ട്സോ അങ്ങനെ ആകാവുള്ളൂ. അല്ലാതെ പിന്നെയും പൊറോട്ടയും അല്ലെങ്കിൽ കുഴിമന്തിയും അതല്ല, സൊമാറ്റോയില് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തിട്ട് മേടിച്ച് കഴിക്കുന്നത് ഭയങ്കര കൂടുതലാണ്. കാരണം എല്ലാവരും പ്രത്യേകിച്ച് ഞാൻ പറയാം, ഞങ്ങൾക്ക് കണ്ടുവരുന്നതാണ് ഈ ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്നവർ ഷോപ്പൊക്കെ അടച്ച് എല്ലാം വീട്ടിൽ വന്ന് പിന്നെ വേണം അവർ ഡിന്നർ എല്ലാം പ്രിപ്പയർ ചെയ്ത് ഉണ്ടാക്കി കഴിക്കുമ്പോഴേക്കും ലേറ്റ് ആവും. അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് അവരെല്ലാം ഡിലേ ആകും. ഒരു 2 o'clock 1 o'clock ഒക്കെ ആകുമ്പോഴാണ് അവരുടെ ഡിന്നറിൻ്റെ ടൈം. അല്ലെങ്കിൽ അവർ വീട്ടിൽ വരുമ്പോഴായിരിക്കും ഈ വൈഫ് അല്ലെങ്കിൽ അവർ കഴിക്കുന്ന ടൈം. അപ്പോൾ അന്നേരമാണ് അവർ, അപ്പോൾ എല്ലാം മൊത്തത്തിൽ ഫാമിലി മൊത്തം അൺഹെൽത്തി പാറ്റേണിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, ലൈഫ് സ്റ്റൈലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിനെ നമ്മൾ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സുകൾ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കാൻ പറ്റുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത്. അതായത് മൊത്തത്തിൽ ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ഡയറ്റ് ഒരു പാർട്ടാണ്. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി വരും. വെള്ളം കുടിക്കുന്നത്, ഫുഡ് കഴിക്കുന്ന സമയം, പ്രോപ്പർ സ്ലീപ്പ്, ഇതെല്ലാം കറക്റ്റ് ചെയ്താലേ ശരിക്കും നമുക്കൊരു പ്രോപ്പർ വെയിറ്റ് ലോസിലേക്ക് വരാനും പറ്റുള്ളൂ. ഈ ഇതിൽ ഈ പറഞ്ഞ ബാക്കി എല്ലാം ഉണ്ട്, പക്ഷെ ഉറക്കക്കുറവുണ്ട് എന്ന് വെക്കൂ. ഉറക്കക്കുറവുള്ള ഒരാൾക്ക് അമിതവണ്ണത്തിന് സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും സ്ട്രെസ്, ബോഡിക്ക് സ്ട്രെസ്സാണ്, ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയും. ബോഡിക്ക് സ്ട്രെസ് കൂട്ടിക്കൊണ്ടിരിക്കുക, അതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അത് മൊത്തത്തിൽ നമുക്ക് ഈ ബോഡിക്ക് സ്ട്രെസ് കൊണ്ട് വെയിറ്റ് ലോസ് മാത്രമല്ല, വെയിറ്റ് കൂടുന്നു, അതുപോലെ തന്നെ ഗട്ട് ഹെൽത്ത് മോശമായിക്കൊണ്ടേയിരിക്കുന്നു. അവരുടെ ഈ ഡയബറ്റീസ് വരാം, കൊളസ്ട്രോൾ വരാം, ഫാറ്റി ലിവർ വരാം, എല്ലാം വരാം ഉറക്കം കറക്റ്റ് അല്ലെങ്കിൽ. അതായത് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസിലേക്ക് പോകുന്നു. അത്രേ ഉള്ളൂ. അതായത് ഡയറ്റും നോക്കും, എക്സസൈസും ചെയ്യും, പക്ഷെ സ്ലീപ്പ് അല്ലെങ്കിൽ പിന്നെ ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഇതെല്ലാം വേണം നമുക്ക്. എന്തെങ്കിലും ഒരു ഹെൽത്തി ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഞാൻ കോപ്പിയിൽ പേഷ്യൻസ് വരും, ഇതുപോലെ വെയിറ്റ് ലോസിന് പേഷ്യൻസ് ഒരുപാട് വരാറുണ്ട്. കൂടുതലും വരുന്നതും വെയിറ്റ് ലോസിന് വേണ്ടി തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ച് വരുമ്പോഴായിരിക്കും അറിയുന്നത്, ഇപ്പം നമ്മൾ ഡോക്ടർ പറഞ്ഞു വിടുന്നതും ജസ്റ്റ് LSM, ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞായിരിക്കും വിടുന്നത്. ഈ LSM എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ കുറേ ഫാക്ടേഴ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. ഇപ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ ചോദിച്ചു വരുമ്പോൾ ഇതിലൊന്നും തന്നെ ചെയ്യുന്നുണ്ടാവില്ല. അതിനകത്ത് ഏറ്റവും മേജറായിട്ടുള്ള കാര്യമാണ് പ്രോപ്പർ ഫുഡ് ടൈമിങ്. അതായത് സമയത്ത് ഫുഡ് കഴിക്കുക എന്നുള്ളത്. കൃത്യസമയത്ത് ഫുഡ് കഴിക്കുന്ന സത്യം പറഞ്ഞാൽ ആരുമില്ല. അതുമാത്രമല്ല, ഇവർ കഴിക്കത്തില്ല. കഴിക്കാതെ വന്നു കഴിയുമ്പോഴില്ലേ, പിന്നെ കഴിക്കുമ്പോഴില്ലേ ഒരു 4 മണിക്ക് ആകുമ്പോഴേക്ക് ചിലപ്പോൾ ലഞ്ചും എല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കാനുമ്പോൾ ഭയങ്കര ആർത്തിയാണ്. എന്താ വലിച്ചു വാരി കഴിക്കേണ്ടതെന്നുള്ള വൈകിട്ട് കിട്ടുന്നതാണോ എന്താണ് നമ്മുടെ കയ്യിലുള്ളത് അത് കഴിക്കും. കഴിച്ച് കഴിയുമ്പോഴേക്ക് ആക്ച്വലി പ്രോപ്പർ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റാറുണ്ടോ? ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യും. ഡയറ്റീഷ്യന്മാർ ഇങ്ങനത്തെ ഫുഡ് കഴിക്കാനേ പാടില്ല. അത് നമുക്കൊരു ഫംഗ്ഷന് പോകാൻ പറ്റത്തില്ല. ഇപ്പൊ മെഡിക്കൽ എന്തെങ്കിലും ഉള്ള ഒരു ഫംഗ്ഷന് പോയാൽ ആദ്യമേ എല്ലാവരും നോക്കുന്നത് നമ്മുടെ പ്ലേറ്റിലാണ്, നിങ്ങൾ എന്താണ് കഴിക്കുന്നത്. അത് നമുക്കൊരു സെഗ്മെന്റ് ആക്കാം. വാട്ട് യു ഗൈസ് ഈറ്റ് ഇൻ എ ഡേ. ഞങ്ങൾ ഈ പറഞ്ഞ എല്ലാ സാധനവും കഴിക്കും. എല്ലാ സാധനവും ഞങ്ങൾ കഴിക്കും. പക്ഷെ ഞങ്ങൾക്ക് അറിയാം എവിടെ സ്റ്റോപ്പ് ചെയ്യണം. അതായത് എവിടെ സ്റ്റോപ്പ് ചെയ്യണം, എത്ര ഫ്രീക്വന്റ് ആയിട്ട് കഴിക്കണം, ഇതിന്റെ കൂടെ എന്ത് അക്കമ്പനിമെന്റ്സ് ഒക്കെ വേണം, വെള്ളം കുടിക്കണ്ടോ, ജ്യൂസ് കുടിക്കണ്ടോ, ഏത് ലിക്വിഡ് ഓപ്റ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കുള്ള ഒരു ബേസിക് നോളജ് ഉള്ളതുകൊണ്ട് നമ്മൾ കഴിക്കുമ്പോൾ അങ്ങനെ ശ്രദ്ധിച്ച് കഴിക്കാനായിട്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു സെൽഫ് ലിമിറ്റേഷനാണ് വേണ്ടത്. ഒരാള് ചോക്ലേറ്റ്സ് അതായത് വേണം, അതായത് നമുക്ക് ഈ പറയുന്ന ചോക്ലേറ്റും പേസ്ട്രീസ് ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് മധുരത്തോട് ഇഷ്ടമാണെങ്കിൽ അന്ന് ഇച്ചിരി കഴിച്ചേക്കാം. അതല്ല, നമുക്ക് കഴിക്കാം, ഇത് മതി. നമ്മൾ മെയിനായിട്ട് വെയിറ്റ് കുറയ്ക്കേണ്ടിയവർ, ഹെൽത്തി ആയിട്ട് ഇരിക്കേണ്ടിയവർ ഫസ്റ്റ് പഠിക്കേണ്ടത് നോ പറയാൻ പഠിക്കണം. അതായത് നമ്മളോട് പറയണം. അത് സെൽഫ് കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രമേ
ഹെൽത്തി ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ നോ പറയുന്നത്, അതായത് നിങ്ങളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ മനുഷ്യന്മാരാണ്, നിങ്ങൾക്കുമുണ്ട് ആഗ്രഹങ്ങൾ, കൊതുകിന് വലിയ കൃമികടി എന്ന് പറഞ്ഞ ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് ഇത് സംഭവിക്കുന്നുണ്ടാവും. പക്ഷെ സ്റ്റിൽ കംപ്ലീറ്റ് നോ പറയുന്ന, അതായത് വൺസ് ഇൻ എ ബ്ലൂ മൂൺ മാത്രം ചെയ്യുന്ന കാര്യങ്ങളുണ്ടോ നിങ്ങൾ ന്യൂട്രീഷനിസ്റ്റ്? അല്ല, ഈ പറഞ്ഞ ഇപ്പൊ ഈ ജങ്ക് ഫുഡ് എന്ന് പറയുന്ന എന്ത് വിഭാഗത്തിൽപ്പെട്ട എന്ത് സാധനമാണേലും ഞങ്ങളൊക്കെ വല്ലപ്പോഴും കഴിക്കുന്ന സാധനമാണ്. ചിലപ്പോൾ 6 മാസത്തിൽ ഒരിക്കൽ കഴിക്കുന്ന സാധനമാണ്. മാമിനെയൊക്കെ ഞാൻ വല്ല KFC കണ്ടാലുണ്ടല്ലോ ഇനി. ശരിക്കും ഒരു ദിവസം ഒരാൾക്ക് എത്ര ചായ കുടിക്കാം? മാക്സിമം 2 കപ്പിൽ. ചെറിയ കപ്പ്. പിന്നെ ഷുഗർ ആഡ് ചെയ്യുന്ന ഷുഗർ കെയർഫുൾ ആയിരിക്കണം. ശരിക്കും എത്ര ആഡ് ചെയ്യാം? ഒരു ശരിക്കും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയല്ല, എന്നാ പിന്നെ ചുക്കുവെള്ളം കുടിച്ചാൽ പോരെ. പിന്നെ ആഡ് ചെയ്യുവാണെങ്കിൽ കുടിച്ചോ, നല്ലതാണ്. അല്ല, പണ്ടൊക്കെ എങ്ങനെയല്ലേ ചുക്കാപ്പിയും അതുപോലൊക്കെ കഴിക്കുമായിരുന്നു. ഇപ്പൊ ആർക്കും ചുക്കാപ്പി എന്നൊക്കെ അതെന്താ കാര്യം അറിയോ? ഈ ചായയിലും കാപ്പിയിലൊക്കെ നമ്മൾ ഷുഗർ ഇടുന്നത് എക്സ്ട്രാ ഷുഗറുകളാണ്. ഇതൊന്നും നാച്ചുറൽ സ്വീറ്റ്നസ് അല്ല. നാച്ചുറൽ സ്വീറ്റ്നസ് പറയുന്നത് എപ്പോഴും ഫ്രൂട്ട്സ്, അതുപോലെ മിൽക്കിലുള്ള കുറച്ച് ഷുഗർ. ഇപ്പം മിൽക്ക് നമ്മൾ മധുരം ഇടാതെ കുടിച്ചാലും ചെറിയൊരു സ്വീറ്റ്നസ് നമുക്ക് ഫീൽ ചെയ്യും, നല്ല പാലാണെങ്കിൽ. അതുപോലെ അങ്ങനെയുള്ള സ്വീറ്റ്നസ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ചായയിൽ കാപ്പിയിലിടുന്ന മധുരം, ജ്യൂസിൽ ആഡ് ചെയ്യുന്ന മധുരം, അതുപോലെയുള്ള ബേക്കറി, കൺഫെക്ഷണറി, ചോക്ലേറ്റ്സ്, ഇതെല്ലാം എക്സ്ട്രാ ആഡഡ് ഷുഗേഴ്സ്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം പാക്ഡ് ആയിട്ട് വാങ്ങിക്കുവാണെങ്കിൽ അതിൻ്റെ ബാക്കിലെ ലേബിൾ നോക്കിയാൽ മതി. ടോട്ടൽ ഷുഗർ ഉണ്ടാവും, ആഡഡ് ഷുഗർ ഉണ്ടാവും, മനസ്സിലായോ? അപ്പോൾ അത് രണ്ടും കൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി എത്രത്തോളം ഷുഗറാണ് ആ ഒരൊറ്റ പ്രൊഡക്റ്റിലുള്ളതെന്നുള്ളത് ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഷുഗറാണ് നമ്മൾ കഴിക്കുന്നതെന്നുള്ളത്. മേ ബി കുറച്ചധികം ദിവസത്തേക്കുള്ള റിക്വയർമെന്റ് ആയിരിക്കും ആ ഒരൊറ്റ സാധനത്തിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെയാണ് ശരിക്കും വെയിറ്റ് ഒക്കെ ഇപ്പോൾ കൂടുന്നതിൻ്റെ മേജർ ആയിട്ടുള്ള റീസൺസ്. മനസ്സിലായി. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്, അതായത് ഇപ്പൊ ഈ വിദ്യാബാലൻ വെയിറ്റ് കുറച്ചതിന് ശേഷം ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എന്ന് പറയും. അതുവരെ കീറ്റോ ഡയറ്റ്, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ. അത് ഇപ്പോഴാണ് ആന്റി ഇൻഫ്ലമേഷൻ, ബോഡിയിൽ ഇൻഫ്ലമേഷൻ കൂടുതലാണ്, ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രിങ്ക് എന്നൊക്കെ പറയും. ഇതിൽ അങ്ങനെ ഒരു സാധനം ഉണ്ട്, അതായത് ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രിങ്ക്സ് എന്ന് പറയുന്ന സാധനം. അതിലിപ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ റീസെൻ്റ് കണ്ടത് പല ടൈപ്പ് ജീരകം ഉണ്ടെന്ന് ഞാൻ ആ ഡ്രിങ്ക് കണ്ടിട്ടായിരുന്നു. ഒരു 3-4 ടൈപ്പ് ജീരകം, ഉലുവയൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം. ശരിക്കും അങ്ങനെ ഡ്രിങ്ക്സ് ഉണ്ടോ ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ട്? ഇതെല്ലാം സോഷ്യൽ മീഡിയ ഹൈപ്പാ. ഇതൊന്നും ഇല്ല. ഇതൊന്നുമില്ല. ഡീടോക്സിഫൈങ്, ലിവറിനും കിഡ്നിക്കും അവർക്ക് പണിയുണ്ട്. അവർക്കറിയാം ഡീടോക്സിഫൈ, അത് അവർ ചെയ്തോളും. നമ്മൾ ഈ വെളിയിൽ നിന്ന് ഇങ്ങനത്തെ സാധനം ഒന്നും കുടിച്ചാൽ അത് ഡീടോക്സിഫൈ ആകത്തുമില്ല. ഓക്കെ, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ലിവറും കിഡ്നിയും ആണെങ്കിൽ ഈ ഡീടോക്സിഫിക്കേഷൻ ഓട്ടോമാറ്റിക്കലി നമുക്ക് നടക്കും. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന പല കാരണങ്ങളുണ്ട്. ഒന്ന്, മെയിൻലി ലൈഫ് സ്റ്റൈൽ കറക്റ്റ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ വരും. ബോഡിക്ക് സ്ലീപ്പ് പാറ്റേൺ കറക്റ്റ് അല്ലെങ്കിൽ അതൊക്കെ വരും. പിന്നെ ചിലർക്ക് ചില ഫുഡിന് അലർജി ഉണ്ടെങ്കിൽ ഇൻഫ്ലമേഷൻ വരും. പിന്നെ അല്ലെങ്കിൽ ചില ഡിസീസ് കണ്ടീഷനൊക്കെ വരും. ഇപ്പം നമ്മൾ ഡയറ്റിനെ പറ്റി സംസാരിക്കുന്നതുകൊണ്ട് നമുക്ക് ഡയറ്റിനെ പറ്റി സംസാരിക്കാം. അപ്പം ഈ കോമൺലി കാണുന്ന ഫുഡ് അലർജിയാണ് മിൽക്കിനും അല്ലെങ്കിൽ ഗോതമ്പിന്, അതായത് ഗ്ലൂട്ടൻ എന്ന് പറയും. മിൽക്ക് എന്ന് പറയുമ്പോൾ മിൽക്കിന് മാത്രമേ ചിലർക്ക് അലർജി ഉണ്ടാകത്തുള്ളൂ. പക്ഷെ തൈരിനും പനീറിനും ഒന്നും കാണത്തില്ല. ഓക്കെ, കാരണം അത് കൺവേർട്ട് ആവുക ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് വരത്തില്ല. ചിലർക്ക് മിൽക്കിന് മാത്രമേ കാണത്തുള്ളൂ. ചിലർക്ക് ചായയോ കാപ്പിയോ അതിനകത്ത് ആഡ് ചെയ്താൽ കാണത്തില്ല, കാരണം അത് അവിടെ ബ്രേക്ക് ഡൗൺ ആകുന്നുണ്ട്. അപ്പം കറക്റ്റ് ഏതിൻ്റെ ആണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. പിന്നെ ഗ്ലൂട്ടനും കുറേ പേർക്ക് അലർജി കാണും. അന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈ ഡയറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് എന്നാൽ എല്ലാവരും ചെയ്താൽ അത് വർക്കും ആകത്തില്ല. കാരണം എനിക്ക് അലർജി ഇല്ലാത്ത സാധനം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ സാധനത്തിൻ്റെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടാകത്തേ ഉള്ളൂ, അല്ലാതെ എൻ്റെ ബോഡിയിലെ വെയിറ്റ് കുറയ്ക്കാൻ പോകുന്നില്ല. അപ്പം നമുക്ക് അലർജി ഉള്ള സാധനം എന്താണെന്ന് കണ്ടുപിടിച്ച് അത് അവോയ്ഡ് ചെയ്യണം. അത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. അതെ, ചിലപ്പോൾ ഈ ഗട്ട് ഹെൽത്ത് നല്ലതല്ലെങ്കിൽ ബോഡിക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാവും. അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക ചെയ്യേണ്ടത്. ഗട്ട് ഹെൽത്ത് എന്ന് പറയുമ്പോൾ വയറിലെ നല്ല ബാക്ടീരിയാസ് ചിലപ്പോൾ നമ്മുടെ ഇങ്ങനെ പ്രോസസ്സ് ഫുഡും ജങ്ക് ഫുഡും ഒക്കെ കഴിച്ച് അല്ലെങ്കിൽ ഉറക്കം കറക്റ്റ് അല്ലാതെയൊക്കെ വന്നപ്പോൾ ഞങ്ങളുടെ അതെല്ലാം നശിച്ചു പോയിട്ടുണ്ടാവും. അപ്പം അതിനെ നമ്മൾ റീഗെയിൻ ചെയ്യണം. ആ റീഗെയിൻ ചെയ്യാനായിട്ടുള്ള ഡയറ്റ് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ ചിലപ്പോൾ വിദ്യാബാലന് ഇതിൻ്റെയൊക്കെ അലർജി ഉണ്ടായിരുന്നായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സെൻസിറ്റിവിറ്റി ഉണ്ടായിരുന്നായിരിക്കും. അതുകൊണ്ട് വിദ്യാബാലൻ്റെ വെയിറ്റ് കുറഞ്ഞു. അന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വെയിറ്റ് കുറയത്തില്ല. എനിക്ക് അതിൻ്റെ അലർജി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കുറയത്തുള്ളൂ. അതായത് ഓരോ ഇൻഡിവിജ്വലും വ്യത്യാസമാണ്.
അതായത് എനിക്ക് പറ്റുന്ന പോലെയല്ല വേറൊരാൾക്ക്. അതായത് ജനറൽ ഇപ്പൊ ഉലുവയിട്ട് വെള്ളം കുടിച്ചാൽ അല്ലെങ്കിൽ ജീരകൂട്ട് വെള്ളം കുടിച്ചാൽ അതിന്റെ ഇൻഫ്ലമേറ്ററി ആവൂല. അങ്ങനെയല്ല, അത് ഇതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് എന്ന് പറയും. അതായത് നമ്മുടെ ഓരോ ഫുഡ് ഗ്രൂപ്പ് എടുത്താലും ഓരോ ഫുഡിനും അതിൻ്റെതായ ന്യൂട്രിയൻസ് ഉണ്ട്, അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അപ്പം അത് നമ്മൾ കഴിക്കുന്ന രീതിയിലേക്ക് നമ്മളിതെല്ലാം ഇതൊന്നും ചെയ്യാതെ ജസ്റ്റ് ഉലുവ വെള്ളം അല്ലെങ്കിൽ ജീരവെള്ളം മാത്രം കഴിച്ചിട്ട് കാര്യമില്ല. എല്ലാം നമ്മൾ ബാലൻസ് ചെയ്തിട്ടുള്ള രീതിയിലാണ് എല്ലാം മോഡിഫൈ ചെയ്യണം. അപ്പോൾ ഇതിലൊരു ചെറിയ പാർട്ടുണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞത്, ഹെർബൽ സ്പൈസസിനെല്ലാം ഒരു ചെറിയ റോളുണ്ട്. പക്ഷേ ചെറിയ ക്വാണ്ടിറ്റിയിൽ എടുക്കാവുള്ളൂ. അല്ലാതെ ഒത്തിരി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കിഡ്നിക്ക് ഡാമേജുകളും അതായത് മറ്റ് സൈഡ് എഫക്ട്സുകൾ വരാനുള്ള ചാൻസസ് കൂടുതൽ. കിഡ്നി സ്റ്റോൺ. നമുക്ക് ഈ ന്യൂട്രിയൻസ് ഡിഫറൻസ് ഉണ്ടല്ലോ, ഓരോ ഫുഡിലും ഓരോ ടൈപ്പ് ഓഫ് ന്യൂട്രിയൻസ്. ചിലപ്പോൾ ചിലതിൽ കുറച്ച് മിനറൽസ് കൂടുതലായിരിക്കും, ഇപ്പോൾ ചിലതിൽ അത് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പം യൂഷ്വലി നമുക്ക് സാധാരണ രീതിയിൽ നോർമലായിട്ട് ബാലൻസ്ഡ് ആയിട്ട് എല്ലാ ഫുഡ് ഗ്രൂപ്പ്സും എന്ന് പറയുമ്പോൾ നമുക്ക് ധാന്യങ്ങളുണ്ട്, പയറുപരിപ്പ്, ഇപ്പം നോൺ വെജ് ഐറ്റംസ്, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ന്യൂട്രീഷൻ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്നുണ്ട്. അതിലും കൂടുതലായിട്ട് നമ്മൾ എക്സ്ട്രാ അവിടെ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്ലഡിലാണെങ്കിലും അതിൻ്റെ വാല്യൂസ് കുറച്ച് ഹൈ ആയിട്ട് കാണിക്കും. അപ്പോൾ അങ്ങനെ ഒരു പർട്ടിക്കുലർ സാധനം ഇപ്പം അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ ഈ ഇൻഫ്ലമേഷൻ ഇതുപോലെയുള്ള ഓരോ ഫുഡുകൾ ചൂസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി നോക്കണം. അതുപോലെ തന്നെയാണ് സെയിം ഓവർ പ്രോട്ടീൻ എന്ന് പറയുന്നത്. എല്ലാത്തിനും നമുക്കൊരു ക്വാണ്ടിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഈ കോവിഡ് സമയത്ത് ഓർക്കുന്നുണ്ടോ, മഞ്ഞപ്പൊടി ഇട്ട് വെള്ളം കുടിക്കലും കുരുമുളക്, ഇഞ്ചി ഇട്ട് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ഇരുന്ന് കുടിയാ. പക്ഷെ അതൊക്കെ ശരിക്കും മൈന്യൂട്ടായിട്ട് കുറച്ച് മതി. നമ്മൾ കറിയിലൊക്കെയാണ് വളരെ കുറച്ചായിട്ടുള്ള മഞ്ഞപ്പൊടി ഇടുന്നത്, അല്ല കുറെ കോരിയൊന്നും ഇടത്തില്ല അല്ലേ, വളരെ മൈന്യൂട്ടായിട്ടുള്ള. അത് അത്രയും എമൗണ്ടേ വരാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ വരുമ്പോഴേക്കാണ് നമുക്ക് ഓവർലോഡ് ആകുന്നത്, ബോഡിക്ക് അത് ഓവർലോഡായി മാറുന്നത്. ഇത് പറഞ്ഞപ്പോഴേ ഞാനൊരു ഇൻസിഡന്റ് ഓർത്തെ. ഈ കോവിഡിൻ്റെ സമയത്ത് ജിഞ്ചർ കഴിച്ച ആൻറ്റി ഇൻഫ്ലമേഷൻ പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ വീടിന് അടുത്തുള്ള ഒരു അമ്മച്ചി 1/2 കിലോ ഇഞ്ചി മേടിച്ചോണ്ട് വന്ന് ജ്യൂസ് അടിച്ച് അങ്ങ് കുടിച്ചു ഒറ്റയടിക്ക്. പുകഞ്ഞു കുത്തി അമ്മച്ചി 3 ആഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. ഇതുവരെ പിന്നെ അമ്മച്ചി നേരെ ആയിട്ടില്ല. ഇപ്പൊ 5 വർഷം കഴിഞ്ഞില്ലേ. ലൈനിങ് തന്നെ ഫുള്ള് പോവുകയാണ്. അതുപോലെ തന്നെ നമ്മളെ ഇതില്ലേ മുളക്, കാന്താരിമുളക് സെയിം, അത് നല്ലതാ, കൊളസ്ട്രോൾ കുറയും. ഗാർലിക് വെറുതെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോൾ ഇതുപോലെ ലൈനിങ് ഒന്നും കാണത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ നമ്മളത് ഫുഡിൽ വെറുതെ കഴിക്കുന്നല്ല, അത് ഫുഡിൽ ആഡ് ചെയ്ത് കഴിച്ചാൽ മതി. അത് അല്ലാതെ ഇത് അരച്ച് ജ്യൂസാക്കി കുടിച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനങ്ങളെല്ലാം പോകും നമ്മുടെ വയറ്റിന്റെ ലൈനിങ്. ശരിക്കും ഫുഡ് നമ്മൾ ഇഷ്ടപ്പെട്ടാണ് കഴിക്കുന്നത്, അല്ലാതെ കഷ്ടപ്പെട്ടല്ല കഴിക്കേണ്ടത്. ശരിക്കും പറയാം അതായത് നമുക്ക് അതിൻ്റെതായ ഒരു സ്വാദും ടേസ്റ്റും. ഇത് മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറയും. നമ്മളതെല്ലാം അറിഞ്ഞ് വേണം ഫുഡ് നമ്മൾ കഴിക്കാനായിട്ട്. ചൂയിങ് പലരും ചവയ്ക്കത്തില്ല, വിഴുങ്ങും. ചവയ്ക്കത്തില്ല, പ്രോപ്പറായിട്ട് ചൂയിങ് ഇല്ല. ശരിക്കും അത് നമ്മൾ ചൂ ചെയ്തിട്ട് വേണം നന്നായിട്ട് സ്വാള ചെയ്യാനായിട്ട്. 32 ടൈംസ് എങ്കിലും നമ്മളൊരു ചൂ ചെയ്യണം. നമ്മൾ 32 പ്രാവശ്യം ഒരു പീസ് ചപ്പാത്തി വായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ 32 പ്രാവശ്യം ചവച്ചിട്ട് വേണം ചപ്പാത്തി ഇറക്കാൻ. അല്ലാതെ ചുമ്മാ അല്ലാതെ ഇങ്ങനെ ഇറക്കുമല്ല. ചിലർ വിഴുങ്ങും. അതായത് വായിൽ തന്നെ നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ട് സ്വാളോ ചെയ്യാനായിട്ട്. അതാണ് നമ്മുടെ ഡൈജഷൻ വായിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. സലൈവ മിക്സ് ആവണം നമ്മുടെ ഫുഡിൽ, എന്നാൽ മാത്രമേ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം വയറിൽ ചെല്ലാൻ. ഇതിപ്പോ എക്സ്ട്രാ പണിയാണ്, വയറിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആസിഡിക്കും എല്ലാം ചെന്ന് വേണം അതൊന്ന് ഡൈജസ്റ്റ് ആക്കിയിട്ട് വേണം അബ്സോർപ്ഷനിലേക്ക്, അതായത് കോളൻ ഇൻഡസ്ട്രൈനിലേക്ക് പോകാനായിട്ട്, കുടലിലേക്ക് പോകാനായിട്ട്. ഇപ്പൊ ഈ മൺസിന്റെ വയലുണ്ടല്ലോ, അതായത് ഇപ്പൊ നമ്മളൊരു സെലിബ്രേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഫാമിലിയിൽ ഒരു ഫംഗ്ഷൻ വരുമ്പോഴൊക്കെ നമ്മൾ ഈ ന്യൂട്രിയൻസും ന്യൂട്രീഷനും ഇതൊന്നും ചൂയിങ് ഒന്നും നോക്കൂലല്ലോ. ഇത് നമ്മൾ വലിച്ചുവാരി കഴിക്കും, നമ്മൾ ലേറ്റ് ആയിട്ട് കഴിക്കും, നമ്മൾ ലേറ്റ് ആയിട്ട് ഉറങ്ങും, സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കും. അങ്ങനെ നമ്മുടെ വയറ് മൊത്തത്തിൽ പ്രശ്നമായിട്ടിരിക്കുന്ന സമയത്ത് വൺസിന്റെ വയൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ വയറൊന്ന് ഓക്കെ ആക്കി എടുക്കാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതുപോലത്തെ എന്തെങ്കിലും ഡ്രിങ്ക്സ് ഉണ്ടോ? വളരെ കുറച്ച് കാലഘട്ടത്തിൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ കുടിക്കാൻ പറ്റുന്ന നിങ്ങൾ ബട്ടർ മിൽക്ക്, മോരും വെള്ളം, പഴങ്കഞ്ഞി, സംഭാരം, ട്രഡീഷണൽ വേയിലേക്ക് പോകണം. മോരും വെള്ളം എന്ന് പറഞ്ഞാൽ കുറച്ച് ഇഞ്ചി, കുറച്ച് ചുമന്നുള്ളി, അമ്മച്ചിയുടെ പോലെ 1 കിലോ ഇഞ്ചി ഒന്ന് ഇത് നമ്മുടെ സംഭാരം. മുളക് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, വയറിന് പ്രോബ്ലം ആയിട്ടിരിക്കുമ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് സംഭാരം കുടിക്കുക. ഒരു 3-4 ഗ്ലാസ് സംഭാരം കുടിക്കുക ഒരു ദിവസം, അതിനൊന്നും കുഴപ്പമില്ല. കാരണം തൈര് ഇച്ചിരി ബാക്കി വെള്ളവും അല്ലേ, സംഭാരം കുടിക്കാം. അതൊരു പ്രോബയോട്ടിക് ആക്ച്വലി, വയറ് നന്നാക്കാൻ പറ്റും. പിന്നെ ഏറ്റവും ബെസ്റ്റാണ് പഴങ്കഞ്ഞി. പഴങ്കഞ്ഞി നമ്മുടെ ട്രഡീഷണൽ വേയിൽ ഉണ്ടാക്കുന്ന പഴങ്കഞ്ഞി ഇല്ലേ, അതായത് രാത്രിയിൽ വാട്ടറിൽ സോക്ക് ചെയ്തിട്ട്
റൈസ് അതിനകത്തോട്ട് കുറച്ച് തൈരും കൂടി ഇട്ട് വെച്ചിട്ട് ഉള്ളി, പച്ചമുളക്, അതൊക്കെ പിന്നെയാണ് കപ്പ, അതൊക്കെ പിന്നെ അത് കഴിക്കണം. അത് നമ്മൾ പഴങ്കഞ്ഞിയെ കുറിച്ച് സംസാരിക്കും. എന്നിട്ട് ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് അതിനകത്തോട്ട് ഉപ്പ് വേണമെങ്കിൽ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കഴിക്കുക. ഒരു 1 വീക്ക് കഴിച്ചാൽ നമ്മുടെ ഗട്ടിൻ്റെ ഹെൽത്ത് വളരെ ഇമ്പ്രൂവ് ചെയ്യും. നമുക്കതിനെ ഫീലും ചെയ്യും. നമുക്ക് ആ ഒരു എന്താ പറയുന്ന ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. ഒരു സൂത്തിങ് എഫക്റ്റ് ഉണ്ട് ഒരു നേരത്ത്. രാവിലെ ഉച്ചയ്ക്കും രാത്രിയിലൊക്കെ നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാം. അല്ലെങ്കിൽ ഒരു ഏർലി മോർണിംഗ് ആയിട്ട് ഒരു 100 ml വല്ലതും എടുത്താലും മതി. അങ്ങനെ എടുത്താലും മതി. അതായത് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് സാധാരണ എടുക്കുന്ന പോലെ എടുക്കുകയും ചെയ്യാം. അന്നേരം അങ്ങനെ എടുത്ത ചെറിയ ഈ ക്വാണ്ടിറ്റി ഒത്തിരി വറുത്ത പൂരി പോലെ ഒന്നും പിന്നെ കഴിക്കാൻ പോരുത്. അല്ല ഇഡ്ഡലിയോ ഈ വയറിന് സഹിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് കഴിക്കാൻ. അതായത് ഇതൊക്കെ പേഴ്സണൽ എക്സ്പീരിയൻസിലും കൂടിയാ പറയുന്നതെന്നുള്ളതും കൂടെ അറിയണം കേട്ടോ. ഇതൊക്കെ ഞങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസുകളാണ്. നമ്മളെ പേഷ്യൻസിനെ കണ്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഈ പറയുന്നത്. ഇപ്പൊ ഈ പഴങ്കഞ്ഞിയുടെ ഇപ്പൊ നമ്മൾ വിന്റർ ടൈം ആണല്ലോ. പഴങ്കഞ്ഞി എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ശരീരത്തിന് തണുപ്പിക്കുന്ന സാധനമാണെന്നുള്ള പറയുന്നത്. അപ്പൊ വിന്ററിൽ ഈ പറഞ്ഞതുപോലെ ഒരു വീക്കൊക്കെ കണ്ടിന്യൂസ് രാവിലെ പഴങ്കഞ്ഞി കഴിക്കുന്ന നോക്കിയാണ്. ഒരു കുഴപ്പം പറ്റത്തില്ല. അതായത് പക്ഷെ ചിലവർക്ക് പറ്റണമെന്നില്ല. ബിക്കോസ് ചിലവർക്ക് ഒരു മോസ്റ്റ്ലി ചിലവർ അലർജിക് ആയിരിക്കും. അതായത് ഡസ്റ്റ്, അതായത് ഇത് അലർജി ഉള്ളവർക്ക് അലർജി ഈ തൈരിന് അലർജി ഉണ്ടെങ്കിൽ പറ്റത്തില്ല. അത്രേ ഉള്ളൂ. ഡസ്റ്റ് അലർജി ഉള്ളവർക്ക് ഇത് കഴിക്കാമോ എന്ന് ചോദിച്ചാൽ കഴിക്കാം.